നിരവധി സ്ഥാപനങ്ങൾ ഇപ്പോൾ ജപ്തി ചെയ്തിരിക്കും. മുൻകാലത്തുള്ള അവസ്ഥ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിസിനസ്സുകാരോട് വളരെ പോസിറ്റീവായ സമീപനം എടുക്കണമെന്നുള്ളത് ഗവൺമെൻറ് സ്റ്റാൻഡാണ്. 300 കോടി രൂപയാണ് അധികമായിട്ട് KFCയുടെ മൂലധനത്തിന് വേണ്ടി വർദ്ധിപ്പിച്ചത്. ഈ ബഡ്ജറ്റിൽ 200 കോടിയും കൂടി പറഞ്ഞിട്ടുണ്ട്. 15 കോടി വരെ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ 10,000 കോടിയിലേക്ക് ബോറോയിങ് കൊടുക്കാൻ പറ്റും, കടം കൊടുക്കാൻ പറ്റുമെന്ന തരത്തിൽ തന്നെ KFC മുന്നോട്ട് പോകുന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നമ്മുടെ സംസ്ഥാനത്ത് ചെറുതും വലുതുമായ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന നിരവധി ലോണുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളൊന്നും മുന്നോട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. നിരവധി സ്ഥാപനങ്ങൾ ഇപ്പോൾ ജപ്തി ചെയ്തിരിക്കും. ഈ ജപ്തി ചെയ്ത സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താണ്? ലേലം ചെയ്തിട്ടുണ്ടോ? തുറന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? വ്യക്തമാക്കാം. KFCയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെപ്പറ്റി വേണ്ടത്ര മനസ്സിലാക്കാതെ മുൻകാലത്തുള്ള അവസ്ഥ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. KFC ഈ ഘട്ടത്തിലെടുത്തിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. KFCയെ സംബന്ധിച്ച് നേരത്തെ ഈ ഗവൺമെൻറ് വരുന്ന സമയത്ത് അന്നത്തെ മാർക്കറ്റ് റേറ്റ് അധികമായതുകൊണ്ട് തന്നെ ആയിരുന്നു സാർ. 13% വരെയായിരുന്നു സാർ ആവറേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബോറോയിങ് നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ ഇവിടുത്തെ കടത്തിന് കൊടുക്കുന്നത്. സാർ ആദ്യ വർഷം തന്നെ അത് 9.5 എത്തിച്ചു. ഇപ്പോൾ റിപ്പോ റേറ്റുകൾ വർദ്ധിച്ചത് കാരണം അല്പം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൊമേഴ്ഷ്യൽ ബാങ്കുകളുമായി വളരെ അധികമായിരുന്നു നമ്മുടെ റേറ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. സാർ ഏതൊരു സ്ഥാപനത്തെ പോലെയും ഈ KFCയിലും നമുക്ക് കുറേ കിട്ടാക്കടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് പരമാവധി NPA പരമാവധി കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. ബിസിനസ്സുകാരോട് വളരെ പോസിറ്റീവായ സമീപനം എടുക്കണമെന്നുള്ളത് ഗവൺമെൻറ് സ്റ്റാൻഡാണ്. അതിനകത്ത് പരമാവധി ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്ന തരത്തിലാണ്. പക്ഷേ ദീർഘകാലമായിട്ട് പണം അടയ്ക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ടൈം സെറ്റിൽമെൻറ്റ് പോലെയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇനിയായാലും അതേ സമീപനമായിരിക്കും സാർ. KFC 2020-21 6.58 കോടി രൂപയായിരുന്നു സാർ അതിൻ്റെ ലാഭം. അത് 74.04 കോടി രൂപയായി. ഈ പലിശ എല്ലാം കുറച്ച് കൊടുക്കുമ്പോൾ സാർ 10 കോടി വരെ കാർഷിക മേഖലയിൽ ഉള്ള പ്രൊജക്റ്റിന് 5% പലിശയ്ക്ക് ഇപ്പോൾ KFC പണം കൊടുക്കുന്നുണ്ട് സാർ. അതുപോലെ 2 കോടി വരെ സ്റ്റാർട്ടപ്പുകൾക്ക് വേറെ ഗ്യാരണ്ടികളില്ലാത്ത അവരുടെ പ്രൊഡക്റ്റും അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ലിമിറ്റഡായിട്ടുള്ള കൺട്രോൾ വെച്ചിട്ട് 5% പലിശയ്ക്കാണ് അവർക്ക് KFC കൊടുക്കുന്നത്. ബാക്കി സർക്കാർ അവർക്ക് KFCക്ക് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കൊടുക്കുന്നതാണ്. വലിയ കൊളാട്ടറൽ ഇല്ലാതെ പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നോക്കി 15 കോടി വരെ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ 15 കോടി വരെയാണ്. അതിപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഷെയർ ക്യാപിറ്റലിൻ്റെ കാര്യത്തിനകത്ത് ഈ സർക്കാർ വന്നതിന് ശേഷം സാർ 300 കോടി രൂപയാണ് അധികമായിട്ട് KFCയുടെ മൂലധനത്തിന് വേണ്ടി വർദ്ധിപ്പിച്ചത്. ഈ ബഡ്ജറ്റിൽ 200 കോടിയും കൂടി പറഞ്ഞിട്ടുണ്ട് സാർ. അങ്ങനെ KFC ഇപ്പോൾ തന്നെ 726 കോടി രൂപ അതിൻ്റെ ക്യാപിറ്റലിൻ്റെ കാര്യത്തിനകത്ത് മൂലധനത്തിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പൊതുവിൽ KFCയുടെ അങ്ങൊന്നുകൂടെ അന്വേഷിച്ച് നോക്കണം സാർ. ഈ KFC സംബന്ധിച്ച് ഇപ്പോഴത്തെ ലോണുകൾ നിങ്ങൾ കസ്റ്റമേഴ്സിനോട് ചോദിച്ച് നോക്കണം. കുറച്ചുകൂടി നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി പുതിയ തരത്തിലാണ്. 7,500 കോടിക്കടുത്ത് 4,500 കോടിയായിരുന്നു ഈ സർക്കാർ വരുന്ന സമയത്തുണ്ടായിരുന്നു. അതിനു മുമ്പ് ഒന്നാം സർക്കാരിൻ്റെ സമയത്തും വളരെയേറെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 7,500 കോടിയിലേക്കാണ്. 10,000 കോടിയിലേക്ക് ബോറോയിങ് കൊടുക്കാൻ പറ്റും, കടം കൊടുക്കാൻ പറ്റുമെന്ന തരത്തിൽ തന്നെ KFC മുന്നോട്ട് പോകുന്നു.